കർമ്മണ്യേവാധികാരസ്തേ മാ ബലേഷു കദാചന മാ കർമ്മ ബലഹേതുർഭൂ മാതേ സംഗോസ്ത്വ കർമ്മണി. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കാത്തുകൊള്ളണേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനാജയ നന്ദഗോപസ്യ കുമാരായ സീതായ പദേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനാജയ നന്ദഗോപസ്യ കുമാരായ സീതായ പദേ നമോ. നന്ദഗോപസ്യ കുമാരായ സീതായ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കാത്തുകൊള്ളണേ. എൻ്റെ കൃഷ്ണ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നെ കാത്തുകൊള്ളണേ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ഉണ്ണി മുത്തശ്ശി. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കാത്തുകൊള്ളണേ. കൃഷ്ണ വരൂ കുട്ടി. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കാത്തുകൊള്ളണേ. ഉണ്ണി എവിടെയാ നീയേ? ആഹാ, മുത്തശ്ശിയുടെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കണ്ണൻ്റെ പടം വരയ്ക്കുക. കൊള്ളാലോ. മാലതിയേ, മാലതിയേ. ചേച്ചിയെ, ചേച്ചിയെ, ചായ എടുത്തോളൂ. ചേച്ചിയെ. എന്താ? അമ്മ വിളിക്കുന്നുണ്ട്. അതിനെന്താ? കേട്ടില്ലാന്നുണ്ടോ നീയേ? നീ എവിടെയാ? ഇവളിത് എവിടെ പോയി കിടക്കുക? ഈ നശിച്ച തള്ള കാരണം ഇത്ര കാലായി ഞാൻ ഇവിടെ കിടന്ന് നരകിക്കണ്. കെട്ടിന്റെ കൂടെ ജീവിച്ച് കൊതി മാറിയിട്ടില്ല. കൊണ്ടോരത്തള ചാവണം. മുത്തശ്ശിയെ. ഈ വീട്ടില് ഞാൻ ജീവിച്ചിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടിയുടെ അമ്മ മാത്ര. അതെന്താ മുത്തശ്ശി അങ്ങനെ? അതൊക്കെ ഒരു കഥയാ കുട്ടിയെ. ഓൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അമ്മ പൂർണ്ണ ഗർഭിണിയാ. 7 ദിവസം പ്രായമായ കൈക്കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി വരാന്തയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഓൻ്റെ അമ്മയെ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് കൂട്ടിയതാ എൻ്റെ കൂടെ. ഇന്നും എന്നെ സ്വന്തം അമ്മയെ പോലെയാ നോക്കുന്നേ. ആരുമില്ലാത്തവർക്ക് ഗുരുവായൂരപ്പൻ തുണ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ കാത്തുരക്ഷിക്കണേ. ഭഗവാനേ കൃഷ്ണ ഭഗവാനേ.
ചെയ്യാം, കുഴപ്പമില്ല. നോക്കണം. ഇന്ന് രാവിലെ അമ്പലത്തില് ഭയങ്കര തിരക്കാന്ന് തോന്നുന്നുണ്ട്. എന്താ ആൾക്കാരൊക്കെ പോണണ്ട, ഇതെന്തോ ഭയങ്കര VIP സെഗ്മെന്റ് എന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. അത് ദൈവം പെണ്ണ പുള്ളിക്കാരനെ കണ്ട ഞാൻ നേരത്തെ പറയാറില്ലേ, പക്ഷെ കണ്ടാ പതുക്കെ പറ. എന്താ ചാടാ അന്നേ ഗുരുവായൂർ അമ്പലത്തിൽ ധ്യാനം പ്രതി ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് തൊഴുത്ത് പോയാൽ പോരാൻ പറ്റും. നമുക്ക് ചായ കുടിച്ചാലോ? കുടിക്കാം. ഇവിടെ ചായ കുടിച്ചതാ. ഇന്ന് നേരത്തെ എത്തിയാ? ഇന്നത്തെ പരിപാടി തൊഴുതില്ലേ? പിന്നെ ചായ പറയട്ടെ? പറഞ്ഞോ ചേട്ടാ, 2 ചായ എടുത്തോ. ഇന്നെന്താ രണ്ടാളും അമ്പലത്തിൽ പോയില്ലേ? രാവിലെ തന്നെ തൊഴുത്തിട്ട് ഒന്ന് വലം വെച്ച് പോരാൻ പറ്റി. ഞാൻ പിന്നെ നേരത്തെ പോന്നു. അതെയോ? നീ നേരത്തെ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ? ഒരു നല്ല മനുഷ്യനാണല്ലോ, നമ്മൾ കണ്ടില്ലേ? നമ്മൾ തൊഴുതൊന്നപ്പോ കണ്ടില്ലേ ഒരു നല്ല മനുഷ്യനെ? നല്ല മനുഷ്യനാ അയാളാ. ഇത്രയും വലിയ പോക്കൃത്തരം വേറെ ആരും കാണിക്കില്ല. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞേ, താൻ അറിയില്ല അയാളെ? ആരെ പറ്റിയാ? ഭയങ്കര ചാരിറ്റി പ്രവർത്തനം പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നറിയോ? നിനക്കറിയാവോ? ആളെ കുറിച്ച് നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ആളിന്ന് എന്തെല്ലാം നല്ല ചാരിറ്റി ചെയ്യുന്ന ആളാണ്. എന്ത് ചാരിറ്റി ചെയ്യണ്? എന്തോരം പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണ്. 100 രൂപ കിട്ടിക്കഴിഞ്ഞാലേ 70 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് 30 രൂപ 2 ചോറ് കൊടുക്കണം ചാരിറ്റി. അയാൾക്ക് നല്ല വരുമാനമുള്ള കടയൊക്കെ ഉണ്ട് അവിടെ. എന്ത് വരുമാനം? അയാൾക്ക് എന്താ നല്ല കച്ചവടമൊക്കെ അല്ലേ? ജോലി എന്താണ്? ഒരു നല്ല കടയില്ലേ അവിടെ? ആ കടയിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുമെന്നാ നീ പറയണേ? നീ അയാളുടെ വീട് കണ്ടോ? അതിനിപ്പോ അയാളെ വീടൊക്കെ തന്നെ നോക്കണ്. നിങ്ങൾ റോഡ് സൈഡിൽ തന്നെ 2 ഇലക്കെ ഇട്ടോണ്. ഈ ചെറിയ കട ഇത്ര ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്കൊരു അസുഖമില്ല. ഒരു കാര്യമില്ല, എന്ത് ചെയ്യാനാ? ഈ നല്ല കാര്യം ചെയ്യണ ആൾക്കാരെ കാണുമ്പോ കുശുമ്പല്ലേ ഇത്? ഒന്നുമില്ല, രാവിലെ തന്നെ നടന്ന സംഭവം അറിയാൻ പാടില്ലാണ്ടാണ്. നമ്മളെ ചെങ്ങ ആർക്കൊന്നും കൊടുക്കില്ല, കൊടുക്കണവരെ കണ്ടു കഴിഞ്ഞാൽ കുശുമ്പാ. അയാളെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞൂടെ? നിനക്കറിയാൻ പാടില്ല എന്നിട്ടാണ്. അതിന് രാവിലെ എന്റെ ഗുരുവായൂരപ്പ ഭഗവാൻ എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോകും. എന്നിട്ട് രാവിലെ മുഴുവൻ ശുദ്ധ പോക്കൃത്തരം. ഇന്ന് രാവിലെ അമ്പലത്തിന് മുന്നിൽ കൂടെ കൊച്ചിനെ കാലോടെ തട്ടിയാണ് മാറ്റി. ഞാൻ നേരിട്ട് കണ്ടതാണ്, മൊബൈലുണ്ട്, തെളിവുണ്ട് എന്റെ കയ്യിൽ. ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസമാവൂലല്ല. അതെ, നീ പറയണത് ഞങ്ങക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. ചായയുടെ കാശ് പുള്ളി അങ്ങനെയാണ്. ചായയുടെ കാശ് കൊടുക്കും, നീ കൊടുക്കൂ. എന്നാലേ നീ മേടിച്ചു തന്നെ ചായ എനിക്ക് വേണ്ട. വേണ്ടാതെ കാശ് കൊണ്ട് എനിക്ക് ചായ വേണ്ട. ആയിക്കൂടെ? നിനക്കിവിടെ എന്താ പണി? രാവിലെ തന്നെ ആൾക്കാരെ മാറ്റി നിർത്താൻ പറഞ്ഞിട്ടുള്ളതല്ലേ? മാറ്റാ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ കാത്തുരക്ഷിക്കണേ.
അമ്മ വിശക്കണം. മോനറിയാലോ എത്ര ദിവസമായി അമ്മ പണിക്ക് പോകണ്ടായിട്ട്. ഈ മാസത്തെ വാടക പോലും കൊടുത്തിട്ടില്ല. മോനൊരു കാര്യം ചെയ്യ്, കൃഷ്ണേട്ടന്റെ കടയിൽ പോയിട്ട് എന്താന്ന് വെച്ചോ വാങ്ങിച്ചു കഴിച്ചോ, അമ്മ പറഞ്ഞോളാം. ആ ശരി അമ്മ. ചായ എവിടെ തരാ? കൃഷ്ണേട്ടാ ആ വന്നില്ല. എന്തൊരു കഷ്ടാന്ന് നോക്കിയ, കച്ചവടം തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും. എന്താ ചെയ്യ? എന്നും കടന്നു തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓർമ്മ ഇതന്നെ ഒരു തരാക്കി നടക്കുക. പൊറോട്ടയിലടാ വൈകുന്നേട്ടം പറ്റിട്ടില്ല. അതിനു മുമ്പ് ഓരോന്ന് എന്നടാ ഇതൊക്കെ കുറേ ആയി. ഇനി നിന്റെ അമ്മോട് പറഞ്ഞേക്ക് കാശില്ലാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. മനസ്സിലായാ? എന്നാ കൊണ്ടുപോക്കടാ. പൊക്കോടാ. മോനെന്താ കഴിക്കാത്തെ? കഴിക്കും മോനെ. കൃഷ്ണേട്ടൻ പറഞ്ഞു ഇനി പൈസ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. എന്റെ മോൻ വിഷമിക്കണ്ട, അമ്മയ്ക്ക് പണിയില്ലാത്തോണ്ടല്ലേ, മുത്തശ്ശി പോയതുകൊണ്ടല്ലേ നമുക്ക് ഈ ഗതി വന്നത്. അമ്മേ ഞാൻ പണിക്ക് പോട്ടെ? വേണ്ട മോനെ, ആരുമില്ലാത്തവർക്ക് ഒരു വരപ്പൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ നമുക്ക് തുണയായിട്ട് വരും. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാന്റെ പുണ്യദിനമാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സർവൈശ്വര്യത്തിനായി ഏറൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന കുടുംബൈശ്വര്യ പൂജകൾക്കുള്ള തുക 5000 രൂപ സംഭാവനയായി എൻ്റെ ഗൂഗിൾ പേയിലേക്കോ അക്കൗണ്ട് നമ്പറിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണം. ഞാനത് കൃത്യമായിട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഗുരുവായൂരപ്പ. ഡോ, ഞാൻ ലൈവ് പോണോടത്ത് നീ ചെയ്യണൊക്കെ കണ്ട് നീ ഇവിടുത്തെ പണിയെടുത്താൽ മതി, എനിക്കിട്ടുണ്ടാക്കണ്ട. ഇതൊക്കെ ഞാനിവിടെ നോക്കിക്കോളാം കേട്ടാ. എന്താടാ? വിശന്നിട്ടോ ചേട്ടാ, ഒരു ജോലി വരൂ. വിശന്നിട്ടാ? അതേട്ടാ വിശന്നിട്ടാ. എന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോയി കിടക്കാൻ. പോടാ പോടാ. കള്ള, ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ഈ കള്ളത്തരം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതിനുള്ള ശിക്ഷ നിനക്ക് തന്നേ പറ്റും. 101 പ്രാവശ്യം നീ മഞ്ചലാൾ ചുറ്റി ഓടണം.
മതി, നിർത്തിക്കോ. നീ ഓടണ്ട കേട്ടാ. പോയിക്കോട്ടാ. ഷാ ഗുരുവായൂരപ്പാ ഭഗവാനേ ഷാ. ഭക്ത, അങ്ങ് എന്നെ തന്നെയാണ് അവിടെ ദർശിച്ചത്. വാസ്തവത്തിൽ ആ ബാലകൾ നൽകിയ ശിക്ഷ എനിക്കും ബാധകമാണ്. കാരണം എന്തെന്നാൽ അതിൽ ഒരു പഴം ഭക്ഷിച്ചത് ഞാനാണ്. ഭക്തിയോടെ ഒരില സമർപ്പിച്ചാലും ഞാൻ അത് സ്വീകരിക്കും. അങ്ങ് നിത്യനിർവാഹം എന്ന നിലയിൽ എനിക്ക് നൽകുന്ന ഒരു കുല പഴത്തേക്കാൾ എനിക്ക് സ്വീകാര്യം ഭക്തിയോടെ നൽകിയ ആ ഒരു പഴമാണ്. എപ്പോഴെല്ലാം എന്റെ ഭക്തരുടെ മേൽ അധർമ്മം പ്രകാശിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവിടെ പ്രത്യക്ഷനാകും. തഥാസ്തു. ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ, സമസ്താപരാധങ്ങളും പൊറുക്കണേ ഭഗവാനേ കൃഷ്ണ. ഭഗവാനേ കൃഷ്ണ. ഇവിടെ നിർത്തിക്കോ മോനെ. നിർത്ത്. മോനെ ഒന്ന് ഒതുക്കി നിർത്തി പോരാട്ടാ. ചേട്ടാ ഓട്ടോണ്ട് പെട്ടെന്ന് വരാം കേട്ടോ. പോരാ. എന്താ മോനെ? ആരാ മനസ്സിലായില്ല. അമ്മ അമ്പലനടയില്. ആ വരൂ കേറിക്കോളൂ. അമൃത്തേക്ക് ഇരിക്കാം. വരൂ ഇരുന്നാട്ടെ. ഓഹോ, എന്താ മോൻ പേടിച്ചു പോയാ? കുറച്ച്. പേടിക്കണ്ടട്ടാ, ഇതെല്ലാം മോനിക്കുള്ളതാ. മോൻ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ നടത്തി തരും. എനിക്കെന്നും ഗുരുവായൂരപ്പനെ കാണണം. ഓ, അതിനെന്നും ഗുരുവായൂരപ്പനെ മോന് ദർശനം നടത്താലോ. മോൻ എൻ്റെ കൂടെ വാ. എൻ്റെ അമ്മ